മനോരമയുടെയും മെറിൽ ലൈഫ് സയൻസസിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഹെൽത്ത് വെബിനാറിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ നാം ഏറ്റവും കൂടുതൽ കരുതലും ശ്രദ്ധയും നൽകുന്ന ഒന്നാണ് ഹൃദയം. ഹൃദയത്തിന് എന്തെങ്കിലും ചെറിയൊരു തകരാറ് സംഭവിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികൾക്ക് വളരെയധികം ആശങ്കയാണ്. അപ്പോൾ പിന്നെ ഈ ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഫെയിലിയർ പോലെയുള്ള വളരെ സീരിയസ് ആയ രോഗാവസ്ഥകളെ കുറിച്ച് ആശങ്കപ്പെടുന്നതിൽ നമുക്കൊട്ടും കുറ്റം പറയാൻ കഴിയില്ല. പക്ഷെ ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജി പ്രകാരം ഡോക്ടേഴ്സ് പറയുന്നത്, പ്രത്യേകിച്ചും ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് സർജറി ഉൾപ്പെടെയുള്ള ഒരുപാട് നൂതന സാങ്കേതിക വിദ്യകൾ ഉള്ളപ്പോൾ അത്രയധികം ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഇന്നത്തെ ഈ ഹെൽത്ത് വെബിനാറിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ട മലയാളിയുടെ ആശങ്കകൾ, അതോടൊപ്പം ഹൃദയ ചികിത്സാ രംഗത്തെ പുതിയ നൂതന സാങ്കേതിക വിദ്യകൾ, പ്രത്യേകിച്ചും ടാവി, BRS തുടങ്ങിയ ട്രീറ്റ്മെന്റ് ടെക്നോളജീസിനെ കുറിച്ചാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വായനക്കാരുടെ ഉൾപ്പെടെയുള്ള സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിന് കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ കാർഡിയോളജിസ്റ്റുകളാണ് ഇന്ന് നമ്മോടൊപ്പം ഇവിടെ ഈ വെബിനാറിൽ പങ്കെടുക്കുന്നത്. നമുക്ക് ഡോക്ടേഴ്സിനെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഡോക്ടർ രാജേഷ് ടി, കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കാർഡിയോളജി വിഭാഗം മേധാവിയാണ്. ഡോക്ടർ രാജീവ് സി, കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ ഡയറക്ടർ ഓഫ് അഡ്വാൻസ്ഡ് ഹാർട്ട് വാൽവ് സെന്റർ വിഭാഗം ഡയറക്ടറാണ്. ഡോക്ടർ അരുൺ ഗോപി, കാലിക്കറ്റ് മെട്രോ ഇന്റർനാഷണൽ കാർഡിയാക് സെന്ററിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോഫിസിയോളജി ആൻഡ് ഹാർട്ട് ഫെയിലിയർ ഡയറക്ടർ ആൻഡ് മേധാവിയാണ്. ഡോക്ടർ ആശിഷ് കുമാർ മണ്ഡലെ, കാലിക്കറ്റ് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റും ചെയർമാനുമാണ്. ഡോക്ടർ പ്രവീൺ SV, ട്രിവാൻഡ്രം കിംസ് ഹോസ്പിറ്റലിലെ സീനിയർ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ആണ്. ഡോക്ടർ അഭിലാഷ് SV, ട്രിവാൻഡ്രം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ അഡീഷണൽ പ്രൊഫസറാണ്. വെൽക്കം ഡോക്ടേഴ്സ് ടു ദ ഹെൽത്ത് വെബിനാർ. നമ്മൾ ആമുഖത്തിൽ പറഞ്ഞ പോലെ ഹൃദയവുമായി ബന്ധപ്പെട്ട ഒരു ആരോഗ്യ പ്രശ്നം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് വല്ലാത്തൊരു ഭീതി നിലനിൽക്കുന്ന ഒരു കാലമാണിത്. പ്രത്യേകിച്ചും യുവാക്കളിൽ ഉള്ള ഹാർട്ട് അറ്റാക്കിന്റെ റേറ്റ് കൂടി വരുന്നുണ്ട്, വാൽവ് സംബന്ധിച്ച തകരാറുകൾ കൂടി വരുന്നുണ്ട്. അപ്പോ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ ഉള്ളത് ഡോക്ടർ രാജേഷിനോടാണ്. കൊറോണറി ആർട്ട് ഡിസീസ് എന്ന് പറയുന്നത് സത്യത്തിൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ ഈ ഒരു കൊറോണറി ആർട്ട് ഡിസീസ് സംഭവിക്കുന്നത്? ഹൃദയത്തിന്റെ ശുദ്ധരക്തം കൊണ്ടുള്ള രക്തധമനികളാണ് ഈ കൊറോണറി ആർട്ടറീസ്. ഈ കൊറോണറി ആർട്ടറീസിന്റെ ഉള്ളില് കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അത് ആ ആർട്ടറിന് ചുരുക്കം വരെയാണ് ഈ കൊറോണറി ആർട്ടറി സ്റ്റെനോസിസ് എന്ന് പറയാം. ഇത് ഈ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ കുറെ കാരണങ്ങളുണ്ട്. ചില ആൾക്കാർക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവും ഹാർട്ട് ഡിസീസിന്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവും, ഡയബറ്റിസ്, ഹൈ കൊളസ്ട്രോൾ, ഹൈ ബ്ലഡ് പ്രഷർ. ഈ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാർക്കാണ് ഈ കൂടുതൽ സാധ്യതയുള്ളത് ഈ രക്തക്കുഴലിൽ ബ്ലോക്ക് വരാൻ. ഈ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് രക്തോട്ടം കുറയുമ്പോഴാണ്, ഹാർട്ടിന്റെ ബ്ലഡ് സപ്ലൈ കുറയുമ്പോഴാണ് ഈ സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുക. പല ആൾക്കാർക്കും നടക്കുമ്പോൾ അല്ലെങ്കിൽ എക്സേർട്ട് ചെയ്യുമ്പോൾ ചെസ്റ്റ് പെയിൻ ഡെവലപ്പ് ചെയ്യും. അതിന്റെ കാരണം ഈ രക്തോട്ടം കുറഞ്ഞിട്ടാണ്. പെട്ടെന്ന് ഈ രക്തോട്ടം തടസ്സം വരുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് ആദ്യം അനുഭവപ്പെടുക. ഇതിന്റെ കുറെ കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഈ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാർക്കാണ് ഈ അസുഖം വരുന്നത്. അത് ഇപ്പോ റിസ്ക് ഫാക്ടേഴ്സ് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്താൽ നമുക്ക് ഈ അസുഖം ഒരു പരിധിവരെ തടയാൻ പറ്റും, അല്ലെങ്കിൽ റിസ്ക് കുറയ്ക്കാൻ പറ്റും. ഡോക്ടർ രാജേഷ്, ഇപ്പോ കൊറോണറി ആർട്ടറി ഡിസീസിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇപ്പോ ഇന്ത്യയിൽ പൊതുവെ മെഡിക്കൽ ഡേറ്റ നോക്കുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നു. പ്രത്യേകിച്ചും പണ്ടൊക്കെ കുറച്ചുകൂടി ഏജ്ഡ് ആയ ആളുകളിലാണ് വന്നിരുന്നതെങ്കിൽ ഇപ്പോ വളരെ ചെറുപ്പക്കാരിൽ പോലും ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നു. പ്രത്യേകിച്ച് ജിമ്മില് വർക്ക്ഔട്ട് ചെയ്യുന്നതിനിടയിലൊക്കെ ഉള്ള അൺഎക്സ്പെക്ടഡ് ആയ ഡെത്ത് സംഭവിക്കുന്നു. ഇപ്പോൾ ഡോക്ടർ അരുൺ ഗോപിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, സത്യത്തിൽ ഹാർട്ട് അറ്റാക്ക് എന്ന പദം കൊണ്ട് ശരിക്കും എന്താണ്, ഹാർട്ടിൽ ഒരു അറ്റാക്ക് എന്ന പദം കൊണ്ട് എന്താണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഹാർട്ടിന്റെ പ്രവർത്തനം പെട്ടെന്ന് ഒറ്റ ഒരു നിമിഷം കൊണ്ട് നിലച്ചു പോകുന്നത്? അത് എന്താണ് അതിന്റെ കാരണം? എന്തുകൊണ്ടാണ് ഇന്ത്യക്കാരില് ഹാർട്ട് അറ്റാക്കിനുള്ള ടെൻഡൻസി കൂടുതലായിട്ടും വരുന്നത്? ഇപ്പം നമ്മൾ ഹൃദ്രോഗം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന അസുഖം തന്നെ ഹാർട്ട് അറ്റാക്ക് ആണ്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് നേരത്തെ ഡോക്ടർ രാജേഷ് പറഞ്ഞ പോലെ കൊറോണറി ആർട്ടറി ഡിസീസ് ഉള്ള ആൾക്ക് ഹാർട്ടിന്റെ രക്തധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞിരിക്കുന്നതിൽ ഈ കൊഴുപ്പ് ഒന്ന് പെട്ടെന്ന് പൊട്ടുമ്പം
ഈ കൊഴുപ്പും ബ്ലഡും കൂടെ മിക്സ് ചെയ്തിട്ട് അവിടെ രക്തം കട്ട പിടിക്കുക ചെയ്യും. അപ്പൊ രക്തധമനിയിൽ പെട്ടെന്ന് രക്തം കട്ട പിടിക്കുമ്പം അത് രക്തോട്ടം കൊടുക്കുന്ന പേശികളിലേക്ക് രക്തോട്ടം കിട്ടാതെ നിൽക്കുകയും അങ്ങനെയാണ് ഒരു ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുക. അപ്പോ ഹൃദ്രോഗം മൂലം ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നതിന് ഹാർട്ട് അറ്റാക്ക് മൂലമാണ്. ആൻഡ് അത് കൊറോണറി ആർട്ടറി ഡിസീസ് ഉള്ളവരിൽ പെട്ടെന്നായിട്ട് ഉണ്ടാവുന്ന ഒരു അക്യൂട്ട് മാനിഫെസ്റ്റേഷൻ. അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ ഹാർട്ട് അറ്റാക്കും ഹൃദ്രോഗവും ഒരു 10 വർഷം മുമ്പ് തന്നെ ഉണ്ടാവും. ആൻഡ് ഇപ്പം നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക് അല്ലെ ഹൃദ്രോഗത്തിനെ പറ്റി പറയുന്നത് തന്നെ അതൊരു ജീവിതശൈലി അസുഖമാണ്. അത് പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പം ഒരു 10 വർഷം മുമ്പ് വരുന്നതോ കുറെ അധികം കാണുന്നതിനോ ഒരു പ്രധാന റീസൺ നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇത് ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടാവാൻ ഒരു റീസൺ സ്മോക്കിംഗ്. കാരണം നമ്മളിപ്പം പ്രായം കുറഞ്ഞ ആൾക്കാരിൽ അമിതമായിട്ടുള്ള സ്മോക്കിംഗ് ഉള്ള, പിന്നെ പ്രമേഹം കൺട്രോളിൽ നിൽക്കാതിരിക്കുക. കൂടുതൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഡയബറ്റിക് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. കൂടുതൽ പ്രമേഹ രോഗികൾ ഉണ്ടാവുന്നു. ജീവിതശൈലിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അതായത് നമ്മളിപ്പം വ്യായാമക്കുറവ്, നമ്മുടെ ആഹാര രീതിയിലുള്ള മാറ്റം ഉണ്ടായിട്ടുള്ള, ജങ്ക് ഫുഡ്സ് കൂടുതൽ കഴിക്കുക, ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സ്, ഇതൊക്കെ കാരണം കൂടുതൽ ആൾക്കാർക്ക് പ്രമേഹം വരിക, കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ ശരീരത്തിൽ കൂടുക, പിന്നെ ഇപ്പൊ ഈ അമിതമായിട്ടുള്ള സ്മോക്കിംഗ്, ഇതൊക്കെ കൊണ്ടാണ് ഇപ്പം നമ്മുടെ നാട്ടില് ഹൃദ്രോഗം അല്ലെങ്കിൽ ഹൃദയാഘാതം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഹാർട്ട് അറ്റാക്ക് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടാനുള്ള സാഹചര്യങ്ങളെ കുറിച്ചാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ അഭിലാഷിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ എപ്പോഴും അറ്റാക്ക് എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വാക്ക് മിക്കപ്പോഴും കേൾക്കുന്നത് ആൻജിയോപ്ലാസ്റ്റിയാണ്, സ്റ്റെന്റിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ സ്റ്റെന്റിങ് എന്നൊരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയറിൽ എന്താണ് ശരിക്കും ഡോക്ടേഴ്സ് ചെയ്യുന്നത്? അത് എങ്ങനെയാണ് ഒരു അറ്റാക്ക് വന്ന ഒരു ഹാർട്ടിനെ എങ്ങനെയാണ് അത് സേവ് ചെയ്യുന്നത്? നമ്മുടെ ഹൃദയത്തിന് പമ്പ് ചെയ്യുന്നത് ഹൃദയത്തിന്റെ പേശികളെ വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്തിട്ടാണ്. ഈ പേശികൾക്ക് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന രക്തം എത്തിക്കുന്ന ധമനികൾ, രക്തക്കുഴലുകൾ, അതേക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഡോക്ടർ അരുൺ പറഞ്ഞു, ഈ രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞും രക്തം കട്ടപിടിച്ചും പെട്ടെന്ന് രക്തോട്ടം നിന്നുപോകും. അപ്പോഴ് ഹാർട്ടിന്റെ മസിലിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും ബ്ലഡും കിട്ടാതാവും. അപ്പോഴാണ് പേഷ്യന്റിന് പെയിൻ വരുന്നത്. നമ്മൾ അതിന് ചെയ്യുന്നത് എമർജൻസി ആയിട്ട് കൊഴുപ്പ് അലിയിക്കാനുള്ള ട്രീറ്റ്മെന്റുകൾക്ക് പുറമെ എമർജൻസി ആയിട്ട് സാധാരണ ചെയ്യാറുള്ളത് ആ ബ്ലോക്കിൽ ഒരു വയർ പാസ് ചെയ്ത് ഒരു ബലൂൺ വെച്ച് വികസിപ്പിക്കും. അപ്പോഴ് ആ കൊഴുപ്പ് പാളികളും രക്തക്കട്ടകളും സൈഡിലേക്ക് മാറി രക്തോട്ടം വീണ്ടും പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇതിലുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വയറോ ബലൂണോ എടുത്തു മാറ്റുമ്പോൾ ആ രക്തക്കുഴൽ വീണ്ടും സങ്കോചിക്കാം. വീണ്ടും റീകോയിൽ എന്നാണ് നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത്. വീണ്ടും ആ സങ്കോചിക്കുന്ന ഇത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബലൂണും വയറും വെച്ച് തന്നെ നമുക്ക് ബ്ലോക്ക് മാറിയിരുന്നെങ്കിൽ സ്റ്റെന്റ് വെക്കേണ്ടി വരില്ലായിരുന്നു. പക്ഷെ നമുക്ക് ബലൂൺ എടുക്കുമ്പോൾ വീണ്ടും ഇത് റീകോയിൽ ചെയ്യും, വീണ്ടും ചുരുങ്ങും. അപ്പൊ അതിനാണ് ഒരു മെറ്റൽ കുഴല്, ഒരു സ്പ്രിങ് പോലെയുള്ള ഒരു കുഴലാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഈ കൊഴുപ്പ് പാളികളെ വിടർത്തി തന്നെ വെച്ചിരിക്കും. ഈ സ്റ്റെന്റ് ഇടുന്നതോടെ വീണ്ടും അത് അടയാനുള്ള സാധ്യത സിഗ്നിഫിക്കൻ്റ്ലി കുറയും. നമ്മൾ എന്നിട്ട് മരുന്നുകളും മറ്റു സപ്പോർട്ടോടെ ആ രക്തോട്ടം പുനഃസ്ഥാപിച്ച് പേഷ്യന്റിന്റെ വേദനയും മറ്റു ബുദ്ധിമുട്ടുള്ള ഹാർട്ടിന്റെ പമ്പിങ് കുറയുന്നതൊക്കെ ഒഴിവാക്കുന്ന ചികിത്സാ രീതിയാണ്. ഡോക്ടർ അഭിലാഷ് ഇപ്പൊ സ്റ്റെന്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. എനിക്ക് ഡോക്ടർ രാജേഷിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, സ്റ്റെന്റ് തന്നെ മെറ്റാലിക് സ്റ്റെന്റും സ്വയം ഡിസോൾവ് ചെയ്തു പോകുന്ന സ്റ്റെന്റും ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ, ഇതിന്റെ ഒരു ഡിഫറൻസ് ഒന്ന് പറയാമോ? എന്താണ് അതിന്റെ ഡിസോൾവിംഗ് സ്റ്റെൻസിനുള്ള ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് എന്താണ്? ഈ ഡോക്ടർ അഭിലാഷ് പറഞ്ഞ പോലെ സ്റ്റെൻസ് ഒരു സ്പ്രിംഗ് പോലെ മെറ്റാലിക് സാധനമാണ്. അത് രക്തക്കുഴലുള്ളിൽ പിടിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ രക്തക്കുഴൽ കൊലാപ്സ് ആവില്ല, റിക്കോയിൽ ചെയ്യില്ല. ഇപ്പൊ ലേറ്റ് 90s നമ്മൾ സ്റ്റെന്റിങ് ആദ്യം തുടങ്ങിയപ്പോൾ ബെയർ മെറ്റൽ സ്റ്റെന്റ് ആണ് ആദ്യം യൂസ് ചെയ്തിരുന്നത്. ബെയർ മെറ്റൽ പറയുമ്പോൾ വെറും മെറ്റൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു ദോഷം പറഞ്ഞാൽ ഒരു 30% ആൾക്കാർക്ക് വീണ്ടും ആ സ്റ്റെന്റ് തടസ്സം വരാൻ സാധ്യതയുണ്ടായിരുന്നു ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ. അപ്പൊ അതിനൊരു അഡ്വാൻസ്മെന്റ് ആയിട്ട് ഏർലി 2000s ഡ്രഗ് എല്യൂട്ടിങ് സ്റ്റെന്റ്സ് കണ്ടുപിടിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് പറയുമ്പോൾ ഈ സ്റ്റെന്റിന്റെ മെറ്റൽ മാത്രം അല്ല, ആ സ്റ്റെന്റിന്റെ ഉള്ളിൽ ഒരു മരുന്ന് ഉണ്ടായിരുന്നു, മരുന്ന് അറിഞ്ഞ സ്റ്റെന്റ് ആയിരുന്നു. അതുകൊണ്ട് ഈ റിക്കറൻസ് റേറ്റ് അല്ലെങ്കിൽ വീണ്ടും ബ്ലോക്ക് വരാനുള്ള സാധ്യത 30% റിഡ്യൂസ് ചെയ്തിട്ട് 10% ആയിട്ട് കുറച്ചിരുന്നു. ഒരു സിഗ്നിഫിക്കന്റ് അഡ്വാൻറ്റേജ് ആയിരുന്നു ഈ ഡ്രഗ് എല്യൂട്ടിങ് സ്റ്റെന്റ്സ്. അപ്പൊ അതിനായിട്ടും ഇപ്പൊ ലേറ്റസ്റ്റ് ടെക്നോളജി പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്യുന്ന സ്റ്റെന്റ്സ് ആണ്. അതിന് ബയോ റിസോർബിൾ സ്കാഫോൾഡ്സ് എന്ന് പറയും, BRS.
അതിനൊരു അഡ്വാൻറ്റേജ് പറയുമ്പോൾ നോർമലി ഈ സ്കഫോൾഡിങ് ഒരു 1-2 വർഷം മാത്രം മതി ഈ രക്തക്കുഴലിന്റെ ഉള്ളിൽ. അതിനുശേഷം ആ മെറ്റലിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഈ പുതിയ ടെക്നോളജി ഉണ്ട്, നമുക്ക് ആ കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്ത സ്റ്റെന്റ് വരുമ്പോൾ നമുക്ക് ആ സ്റ്റെന്റിന്റെ ആ വെസലിന്റെ ഒരു ഡൈനമിസം നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നോർമൽ സ്റ്റെൻസ് ആണെങ്കിൽ സ്റ്റെൻസ് ലൈഫ് ടൈം ആ രക്തക്കുഴലിനുള്ളിൽ ഇരിക്കും. ആ സ്റ്റെന്റിന്റെ ആ വെസലിന്റെ ഡൈനാമിസിറ്റി നഷ്ടപ്പെടും. ഒരു വെസൽ ഒരു ഡൈനാമിക് സ്ട്രക്ചറാണ്. ബ്ലഡ് വരുമ്പോൾ എക്സ്പാൻഡ് ചെയ്യും, ബ്ലഡ് കുറയുമ്പോൾ റിലാക്സ് ചെയ്യും. ആ ഡൈനാമിസിറ്റി നഷ്ടപ്പെടുമ്പോൾ പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻസ്മെന്റ് ടെക്നോളജിയാണ് ബയോ റിസോർബിൾ സ്കാഫോൾഡ്സ്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഗ്രേഡബിൾ സ്റ്റെൻസ്. അപ്പോൾ 2 വർഷം കഴിഞ്ഞ് ആ സ്റ്റെന്റിന്റെ ഒരു ഭാഗം ആ രക്തക്കുഴലിൽ ഉണ്ടാവില്ല. രക്തക്കുഴൽ പഴയ പോലെ വർക്ക് ചെയ്യും. പിന്നെ നമുക്ക് കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ നമ്മൾ സ്റ്റെൻസ് ഇടുമ്പോൾ ചില ആൾക്കാർക്ക് ഈ ബ്ലഡ് തിന്നേഴ്സ് കുറെ കാലം കൊടുക്കേണ്ടി വരും. ഈ ബയോ റിസോർബിൾ സ്കാഫോൾഡ്സ് വരുമ്പോൾ നമ്മളൊരു 2 വർഷം കഴിഞ്ഞ് നമുക്ക് മൾട്ടിപ്പിൾ ബ്ലഡ് തിന്നേഴ്സ് കൊടുക്കേണ്ട ആവശ്യം വരില്ല. അതുകൊണ്ട് ബ്ലീഡിങ് കോംപ്ലിക്കേഷൻസ് കുറയും. പിന്നെ ചില ആൾക്കാർക്ക് വീണ്ടും റിക്കറൻസ് വരുമ്പോൾ ഈ സർജറി ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ആ വലിയ ലോങ് സ്റ്റെന്റ് ഒക്കെ രക്തക്കുഴലിലുള്ളപ്പോൾ ഈ ബയോറിസോർബിൾ സ്കാഫോൾഡ്സ് ഉള്ളപ്പോൾ ആ സ്റ്റെന്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് വീണ്ടും ബൈപ്പാസ് സർജറിയുടെ ആവശ്യം വരുമ്പോൾ ഇത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് അഡ്വാൻറ്റേജസ് ഈ ബയോറിസോർബിൾ സ്കാഫോൾഡ്സിന്റെ. BRS കുറിച്ചാണ് ഡോക്ടർ രാജേഷ് പറഞ്ഞത്. ഡോക്ടർ അഭിലാഷ്, എനിക്ക് ഈ BRS ട്രീറ്റ്മെന്റ് ഏത് തരത്തിലുള്ള പേഷ്യൻസിനാണ് സ്യൂട്ടബിൾ? എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും അത് ഓക്കെ ആണോ? ഏത് തരത്തിലുള്ള രോഗികളെയാണ് യൂഷ്വലി അതിന് തിരഞ്ഞെടുക്കുക? BRS അതായത് ബയോ റിസോർബിൾ സ്കഫോൾഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ നമ്മുടെ ഡിസ്കഷനിൽ ഉണ്ടായിരുന്ന മെറ്റൽ സ്റ്റെന്റ്. മെറ്റൽ എന്ന് പറയുന്നത് നമ്മൾക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ കൊബാൾട്ട്, ക്രോമിയം ഇങ്ങനെയൊക്കെയുള്ള മെറ്റലുകളാണ് നമ്മുടെ രക്തക്കുഴലുകൾക്കുള്ളിൽ സ്ഥാപിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, മെറ്റൽ സ്ഥാപിക്കുന്നത് പെർമനന്റ് ആണ്. ആ പെർമനന്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥ കാരണം നമുക്ക് പലപ്പോഴും അഡീഷണൽ ആയിട്ട് മരുന്നുകളൊക്കെ വേണ്ടി വരും. ഈ ബയോവാസ്കുലർ സ്കഫോൾഡുകൾ ആ മെറ്റൽ ഒഴിവാക്കും. ഒരുതരം പോളിമർ ആണത്. മെറ്റൽ സ്റ്റെന്റ് പോലെ തന്നെ അത് ആവശ്യത്തിന് സപ്പോർട്ട് കൊടുക്കും. പക്ഷെ കുറച്ച് നാൾ കൊണ്ട്, 6 മാസം അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് ഇതങ്ങ് അലിഞ്ഞില്ലാണ്ടാവും. ഈ ചികിത്സയാണ് വന്നത്. ആദ്യം ഈ ചികിത്സ നാട്ടിൽ വന്നെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ഈ കട്ടി കൂടുതലാണ്. സാധാരണ മെറ്റൽ സ്റ്റെന്റുകളെ അപേക്ഷിച്ച് ഈ ബയോവാസ്കുലർ സ്കഫോൾഡുകൾക്ക് കട്ടി കൂടുതൽ കാരണം അത് ആ സ്ഥാനത്ത് എത്തിക്കുന്നതിനും അല്ലെങ്കിൽ പിന്നെ അതിന്റെ പല ആൻജിയോപ്ലാസ്റ്റികളിലും അതിൻ്റെതായ പരാധീനതകളും കണ്ടു. അങ്ങനെയാണ് പിന്നെ ബയോവാസ്കുലർ സ്കഫോൾഡിലുള്ള നമ്മുടെ ഒരു ആവേശം കുറച്ചൊന്ന് കുറയുണ്ടായി. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ തന്നെ ഇന്ത്യയിൽ തന്നെ ഉള്ള നമ്മുടെ ഇന്ത്യൻ കമ്പനികളിൽ തന്നെ ഈ ബയോവാസ്കുലർ സ്കഫോൾഡിന്റെ പുതിയ ഒരു ജനറേഷൻ കൊണ്ടുവന്നു. അത് കുറച്ചുകൂടെ തിന്നാണ്. ഈ പഴയ ബയോവാസ്കുലർ സ്കഫോൾഡുകളേക്കാൾ അതിന്റെ തിൻ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ സ്ട്രട്ടുകളുള്ള അതിന്റെ സപ്പോർട്ട് സിസ്റ്റം മെലിഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല ഈ ടാർഗറ്റ് ലീഷനുകളിൽ എത്തിക്കുന്നതിന്. ടാർഗറ്റ് ലീഷൻ എന്ന് ഉദ്ദേശിച്ചത് ഈ ബ്ലോക്ക് ഉള്ള ഭാഗങ്ങളിൽ എത്തിക്കുന്നതിന്. അതും എല്ലാവർക്കും നമുക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പ്രധാനമായിട്ടും ടൈപ്പ് എ, ടൈപ്പ് ബി എന്ന് പറയുന്നത്, അതായത് ഈ ആൻജിയോപ്ലാസ്റ്റികളിലുള്ള ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള ബ്ലോക്കുകളിലല്ല, അല്ലാതെയുള്ള ഇന്റർമീഡിയറ്റ്, മീഡിയം ലെവലിലോ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ബ്ലോക്കുകളിലേക്കാണ് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ പ്രായം കുറഞ്ഞവരില്ലേ, കാര്യം ഈ മെറ്റൽ സ്റ്റെന്റുമായിട്ട് ജീവിതകാലം മുഴുവൻ അതിന്റെ മരുന്നുകളും കഴിക്കാനുള്ള ഒരു സാഹചര്യം ചില ആൾക്കാർക്കെങ്കിലും ഒഴിവാക്കാൻ പറ്റുന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഈ പ്രായം കുറഞ്ഞവരിലും ഇത് പ്രിഫർ ചെയ്യുന്നത്. പൂർണ്ണമായി എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ നമ്മൾ അതിന് പറ്റിയ ഒരാളെ കിട്ടുവാണെങ്കിൽ ഈ പറഞ്ഞ സാഹചര്യങ്ങൾ സിമ്പിൾ ആയിട്ടോ അല്ലെങ്കിൽ മീഡിയം ലെവലിൽ ബുദ്ധിമുട്ടോ ഉള്ള ഒരു ബ്ലോക്ക് താരതമ്യേന പ്രായം കുറഞ്ഞ ആൾക്കാണെങ്കിൽ, പിന്നെ ചില കോംപ്ലക്സിറ്റീസ്, അതായത് പിരിവുകളുള്ള ബ്ലോക്കുകൾ, കാൽസ്യം ഉള്ള ബ്ലോക്കുകൾ, ഇതിലൊന്നും നമുക്കത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അല്ലാത്ത ബ്ലോക്കുകളിൽ നമുക്കിത് ചെയ്താൽ സാർ നേരത്തെ പറഞ്ഞ അഡ്വാൻറ്റേജസ്, അതിന്റെ ഗുണങ്ങൾ നമുക്കുണ്ട്. ഇത് യൂറോപ്പിലും ഈ പറഞ്ഞ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് യൂറോപ്പും ഇന്ത്യയിലും ഉള്ള നമ്മുടെ അതോറിറ്റീസ്, നമ്മളുടെ ഇതിന് അംഗീകാരം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ അംഗീകരിച്ച സ്റ്റെന്റാണ്. നമുക്ക് പല ഡെവലപ്മെന്റ് വരുന്നതിൽ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് ഈ ബയോവാസ്കുലർ സ്കഫോൾഡായിട്ട് തോന്നുന്നത്. ഇനിയും ടെക്നോളജിയും ഇതിനെക്കുറിച്ചുള്ള തെളിവുകളും ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളും കൂടുതലും വരേണ്ടതുണ്ട്. പക്ഷെ വന്ന അളവ് അനുസരിച്ച് ഞാൻ വർക്ക് ചെയ്യുന്ന ആശുപത്രിയിൽ ഇതിന്റെ ആദ്യത്തെ ട്രയൽ നടന്ന ആശുപത്രികളിലൊന്നുമില്ല. നമ്മൾ ചെയ്ത പേഷ്യൻസിനെല്ലാം നല്ല റിസൾട്ട് ആയിരുന്നു. നമ്മളത് ആദ്യത്തെ ട്രയൽ ഗ്രൂപ്പ് അതിനെ ബേസ് ചെയ്തും കൂടെയാണ് ഇതിന് നമുക്ക് അപ്രൂവലും കിട്ടിയിരിക്കുന്നത്. ഇത്രയും നേരം സംസാരിച്ചത് ബ്ലോക്കിനെ കുറിച്ചും ബ്ലോക്ക് നമുക്ക് എങ്ങനെ സ്റ്റെന്റ് ഉപയോഗിച്ച് ബ്ലോക്ക് ഉള്ള ഒരു പേഷ്യന്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ്.
റീസെന്റ് നമ്മൾ കൂടുതലായി കേട്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ അയോട്ടിക് സ്റ്റെനോസിസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും പ്രായമായവരില്. എന്താണ് ശരിക്കും അയോട്ടിക് സ്റ്റെനോസിസ് എന്ന് പറഞ്ഞാൽ? ഡോക്ടർ രാജീവ് ഒന്ന് വിശദീകരിക്കാമോ? അയോട്ടിക് സ്റ്റെനോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വാൽവ് ഉണ്ട്, അയോട്ടിക് വാൽവ് എന്ന് പറയും. നമ്മുടെ ഹൃദയത്തിന്റെ മെയിൻ പമ്പിംഗ് ചേമ്പറാണ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ ആണ് ഈ അയോട്ടിക് വാൽവ് തുറന്ന് ബ്ലഡ് നമ്മുടെ മെയിൻ ബ്ലഡ് വെസൽ, അതായത് മഹാധമനി അയോട്ട എന്ന് പറയും, അതിലേക്ക് രക്തം പോകുന്നു. അതിന്റെ പല ബ്രാഞ്ചുകളിൽ കൂടി നമ്മുടെ ദേഹത്തെല്ലാം ബ്ലഡ് കിട്ടുന്നു. അപ്പൊ ആ വാൽവ് ഇതൊരു വൺ വേ വാൽവ് ആണ്. അപ്പൊ വെളിയിലോട്ട് പോകുന്ന ബ്ലഡ് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ആ സമയത്ത് ലെഫ്റ്റ് വെൻട്രിക്കിൾ പമ്പ് ചെയ്യുന്ന സമയത്ത് മാത്രമായിട്ട് ഓപ്പൺ ചെയ്യുന്നത്. പക്ഷെ പല കാരണങ്ങളാൽ അത് ചുരുങ്ങും. സാധാരണ അതിന്റെ വാൽവ് ഒരു 3 സെന്റിമീറ്റർ സ്ക്വയർ വേണ്ട വാൽവ് ഏരിയ ആണെങ്കിൽ അതൊരു 1 സെന്റിമീറ്റർ ഒക്കെ ചുരുങ്ങുമ്പോഴത്തേക്ക് അത് പ്രയാസം വരും. ഇപ്പോൾ ഹാർട്ടിന് പമ്പ് ചെയ്യുമ്പോൾ ആ റെസിസ്റ്റൻസ് വരും. വെളിയിലോട്ട് പോകുന്ന ബ്ലഡിന്റെ എമൗണ്ട് കുറയും, ഹാർട്ടിന്റെ മസിലുള്ള റെസിസ്റ്റൻസ് കൂടും. അതാണ് അയോട്ടിക് സ്റ്റെനോസിസ്, വാൽവാർ സ്റ്റെനോസിസ്. അത് തന്നെ വേറെ പല ലെവലിൽ വാൽവ് മുകളിലുള്ള നാരോയിങ് ഉണ്ട്, താഴെയുള്ള നാരോയിങ് ഉണ്ട്. മെയിൻലി നമ്മളിപ്പോൾ പറയുന്ന വാൽവ് നാരോയിങ് ആണ്. അത് വരുന്ന ജന്മനാ വരുന്ന ഇതുണ്ട്, കൊച്ചു കുട്ടികൾക്ക് വരുന്ന കൺജനിറ്റൽ ഡിസീസ് ഉണ്ട്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് പ്രായമുള്ളവരിൽ, അതായത് ഒരു 70 വയസ്സ് 80 വയസ്സ് ഉള്ളവരിൽ. നോർമലി നമ്മുടെ ഈ വാൽവിന് 3 എതളുകളുണ്ട്, ലീഫ്ലെറ്റ്സ് ഉണ്ട് അയോട്ടിക് വാൽവ്. പക്ഷെ ഒരു 2% ജനറൽ പോപ്പുലേഷനിൽ അതിന് 2 ലീഫ്ലെറ്റുകൾ ജനിക്കുമ്പോൾ തന്നെ ബൈക്കസ്പിഡ് അയോട്ടിക് വാൽവ് എന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് ഒരു 50 വയസ്സ് 60 വയസ്സാകുമ്പോൾ തന്നെ ഇതിന് നാരോയിങ് വരും. ആ ട്രൈലീഫ്ലെറ്റ് 3 എതളുള്ള നോർമൽ ആൾക്കാർക്ക് ചിലപ്പോൾ അത് ഡീജനറേഷൻ വരുമ്പോൾ അത് 80 വയസ്സ് 75 അങ്ങനെ ആവുന്നത്. പക്ഷെ ഇവർക്കൊരു 1-2 ദശകം നേരത്തെ വരും. 55-60 ഒക്കെ ആകുമ്പോൾ തന്നെ ഈ ബൈക്കസ്പിഡ് അയോട്ടിക് വാൽവ് നാരോയിങ് വരും. അപ്പോൾ ആ വാൽവ് നാരോയിങ് വരുന്നത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പൊ ഈ ഹാർട്ടിന്റെ മസിലിന് തിക്നെസ് കൂടും, പിന്നെ ഹാർട്ട് ഫെയിലിയർ വരും. അങ്ങനെ പല പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. ചിലപ്പോൾ സഡൻ ഡെത്ത് ഉണ്ടാകാം. അത് വളരെ സിവിയർ നാരോയിങ് ആകുമ്പോഴത്തേക്ക് അത് ട്രീറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. ചിലർക്ക് 1 സെന്റിമീറ്റർ സ്ക്വയർ കുറവായിരിക്കും വാൽവ് ഏരിയ, ചിലർക്ക് 0.6 കുറവായിരിക്കും. 0.6 കുറവാണെങ്കിൽ നമ്മളതിന് ക്രിട്ടിക്കൽ അയോട്ടിക് സ്റ്റെനോസിസ് എന്ന് പറയും. അതാണ് അയോട്ടിക് സ്റ്റെനോസിസ്. ചെറുപ്പത്തിലല്ല, ഈ റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞ ഒരു അസുഖം കൊണ്ടും വാൽവ് നാരോയിങ് വരാം. പക്ഷെ ഇപ്പൊ അത് വളരെ റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് വളരെ കുറഞ്ഞു വരിക. ഇപ്പോൾ വെസ്റ്റേൺ പോപ്പുലേഷൻ ആണെങ്കിലും ഇപ്പൊ നമ്മുടെ പോപ്പുലേഷൻ പോലും റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് ഇപ്പോൾ ഓൾമോസ്റ്റ് പുതിയതായിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ പ്രായമുള്ളവർക്ക് വരുന്ന ഒരു ഡീജനറേറ്റീവ് അയോട്ടിക് വാൽവ് നാരോയിങ് ആണ് നമ്മുടെ പ്രധാനമായിട്ട് കണ്ടുവരുന്നത്. ഇതിന് ഭാവിയിൽ കൂടാൻ പോകും. നമ്മുടെ ഏജിങ് പോപ്പുലേഷൻ ആകുന്നതുകൊണ്ട് വരും ദശകങ്ങളിൽ ഇത് കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഈ അയോട്ടിക് സ്റ്റെനോസിസ്. അപ്പൊ തീർച്ചയായും നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് കൺസേൺഡ് ആൻഡ് അവെയർ ആവേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു ഏജ് വെച്ച് നോക്കും. അപ്പൊ ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ചിലർക്ക് അത് ജനറ്റിക്കലി ആയിരിക്കും ഉണ്ടാവുന്നത്, പിന്നെ പ്രായം കൊണ്ട് സംഭവിക്കുന്നുണ്ട്. ഡോക്ടർ ആശിഷ് ഒന്ന് വിശദീകരിക്കാവോ? ഈ നമുക്ക് ഇപ്പൊ ഒരു ഹാർട്ട് അറ്റാക്ക് പോലെയല്ലല്ലോ, ഇതൊരു ഗ്രാജുവലി സംഭവിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഒരാളുടെ ശരീരത്തിൽ ഈ വാൽവിന് അങ്ങനെ ഒരു വാൽവ് ചുരുങ്ങുന്ന ഈ ഒരു അവസ്ഥ, ഈ അയോട്ടിക് സ്റ്റെനോസിസ് ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെയാണ്, ശരീരം എങ്ങനെയാണ് അതിന് മുന്നറിയിപ്പുകൾ തരുന്നത്? അതെ, ഒന്ന് രോഗികൾ തന്നെ അവരുടെ ബുദ്ധിമുട്ടുകൾ കാരണം ഒരു ഡോക്ടറെ ഒരു വൈദ്യസഹായം തേടുന്നു. അത് ചില സിറ്റുവേഷൻസിൽ കിടപ്പാവാം, നെഞ്ചുവേദന, അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് കണ്ണിരുട്ടടക്കുന്ന പോലെയുള്ള, അതായത് നമ്മൾ ഗിഡിനെസ് എന്ന് പറയുന്ന. അപ്പൊ ഇതൊന്നും സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസ് അല്ല. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് ഒരു ഡോക്ടറെ കാണുന്നു, അല്ലെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റിനെ കാണുന്നു. അവർ നോക്കുമ്പോൾ, സ്റ്റെത്ത് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു മർമർ, അതായത് സാധാരണഗതിയിൽ വാൽവിന്റെ അക്രോസ് ബ്ലഡ് പോകുമ്പോൾ, ഡോക്ടർ രാജീവ് പറഞ്ഞ മാതിരി ഒരു ഡയറക്ഷനിൽ മാത്രമാണ് എല്ലാ വാൽവ്സും, ഹൃദയത്തിൽ മാത്രമല്ല എല്ലാ വാൽവ്സും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. സൗണ്ട്സ് ഉണ്ടാവില്ല. ഈ സൗണ്ട് വരുമ്പോൾ ഒരു മർമറിങ്, അതിനെ മർമർ എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയിൽ അത് ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നു. അപ്പോൾ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്കോകാർഡിയോഗ്രാം ചെയ്യുന്നു. അതാണ് ഒരു നല്ല ശതമാനം ആൾക്കാർ. രണ്ടാമത്തെ ഗ്രൂപ്പ് ചിലപ്പോൾ ഇങ്ങനെ വിഷമങ്ങൾ ഇല്ലാതെ തന്നെ വേറെ അസുഖങ്ങൾക്ക് വേണ്ടി ഡോക്ടറെ കാണുന്നു. അപ്പോൾ നമ്മളിപ്പോ ഒരു ഇതേപോലെ മർമർ കണ്ട് പിടിച്ച് എക്കോകാർഡിയോഗ്രാം വഴി തന്നെ കൺഫേം ചെയ്യുന്നു. ഇപ്പോ ചിലവർക്ക് ക്യാൻസർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു? വേറെ സ്ക്രീനിങ്ങിന്റെ ഭാഗമായിട്ട് കാണും.
ഇതിപ്പോ ചിലപ്പോൾ ബ്ലഡ് പ്രഷർ കാരണമാവാം, അല്ലെങ്കിൽ വേറെ ഹാർട്ടിന്റെ അസുഖം, കൊറോണറി ആർട്ടറി ഡിസീസ് പോലെയുള്ള വേറെ ഹാർട്ടിന്റെ അസുഖത്തിന് ഡോക്ടറെ കാണുന്ന സമയത്ത് നമ്മൾ എക്കോകാർഡിയോഗ്രാം ചെയ്യുമ്പോഴും ഇങ്ങനെ സിംറ്റമാറ്റിക് ആയിട്ടും ഇത് പ്രസന്റ് ചെയ്യാം. ഒരു നല്ല ശതമാനം ആൾക്കാരിൽ അതിന്റെ സിവിയറിറ്റി അനുസരിച്ചിട്ട് ഒന്നുകിൽ കിതപ്പ്, അല്ലെങ്കിൽ ഈ നെഞ്ചുവേദന, അല്ലെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കണ്ണിരുട്ടടയ്ക്കുന്ന പോലെയുള്ള സിംറ്റംസ് ഉണ്ടാകും. അയോർട്ടിക് സ്റ്റെനോസിസിന്റെ രോഗലക്ഷണങ്ങൾ സ്പെസിഫിക്കലി അതിന്റെ മാത്രമാണെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ പോലും ചിലപ്പോൾ മറ്റ് രോഗലക്ഷണങ്ങളുടെ പേരിലൊക്കെ നമ്മൾ ഡോക്ടറെ ചെന്ന് കാണുമ്പോഴായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള ആ ഡോക്ടർ വിസിറ്റ് ഇസ് വെരി കമ്പൽസറി എന്ന പോയിന്റിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു വന്നത്. ഒരു വ്യക്തിയിൽ അയോർട്ടിക് സ്റ്റെനോസിസ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് നമുക്ക് ഇപ്പൊ ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത്? ഡോക്ടർ രാജീവ് ഒന്ന് വിശദീകരിക്കാമോ? ട്രീറ്റ്മെന്റ് ബേസിക്കലി നമുക്ക് എല്ലാ അസുഖത്തിനും മെഡിക്കൽ മാനേജ്മെന്റ്, പക്ഷേ ഈ കേസിൽ മെഡിക്കൽ മാനേജ്മെന്റ് വലിയ റോളില്ല. ഇതൊരു മെക്കാനിക്കൽ പ്രോബ്ലമാണ്, അത് മെക്കാനിക്കലി മാത്രമേ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മരുന്നുകൊണ്ട് കാര്യമായിട്ട് ചികിത്സയില്ല, പക്ഷേ ഒരു മൈൽഡായിട്ടുള്ള നാരോയിങ് അല്ലെങ്കിൽ മോഡറേറ്റ് നാരോയിങ്ങിനൊന്നും ചെയ്യേണ്ടതിന് ആവശ്യമില്ല. അപ്പോൾ മരുന്നിന്റെ ആവശ്യമില്ല. പക്ഷേ ചില ആൾക്കാർക്ക് ഹാർട്ടിന്റെ ഇടിപ്പ് ഒരുപാട് കുറയ്ക്കാൻ പാടില്ല. വാൽ ചുരുക്കം ഉള്ള ഈ അയോർട്ടിക് സ്റ്റെനോസിസ് ഉള്ളവർക്ക് ഹാർട്ടിന്റെ ഇടിപ്പ് തീരെ, നമ്മുടെ ഹാർട്ടിലെ ബ്ലോക്ക് ഉള്ളവർക്ക് പലപ്പോഴും നമ്മൾ ഹാർട്ട് റേറ്റ് വളരെ ബേസിക് ഹാർട്ട് റേറ്റ് ഒരു 55-60 ആ റേറ്റിലേക്ക് കൊണ്ടുവരാൻ നോക്കും. പക്ഷേ അയോർട്ടിക് സ്റ്റെനോസിസ് ഉള്ളവർക്ക് നമ്മൾ ഹാർട്ടിന്റെ ഇടിപ്പ് അത്ര കുറയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് ബേസിക്കലി മെഡിക്കൽ മാനേജ് നമ്മൾ നോക്കാനുള്ളത്. ആൻഡ് മോഡറേറ്റും മൈൽഡിനും ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒബ്സർവേഷൻ മാത്രം മതി. അത് സിവിയർ ആവുന്നുണ്ടോ, സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. സിംറ്റംസ് ഡെവലപ്പ് ചെയ്താൽ അത് നമ്മൾ തീർച്ചയായും നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങണം. അതായത് വാൽ റീപ്ലേസ്മെന്റ് ആണ്. വാൽ റീപ്ലേസ്മെന്റ് അല്ലാതെ ബലൂൺ കൊണ്ട് വാല് തുറക്കുന്ന പരിപാടിയുണ്ട്, അയോർട്ടിക് വാൽ ബലൂണിങ്. പക്ഷെ അതിന്റെ റിസൾട്ട് അത്ര നല്ലതല്ല. വേറെ വാലുണ്ട്, നമ്മൾ മൈട്രൽ വാൽ, അതിനൊക്കെ ബലൂൺ വെച്ച് നല്ല റിസൾട്ട്, വളരെ നല്ല റിസൾട്ടാണ്. അയോർട്ടിക് സ്റ്റെനോസിന്റെ ബലൂൺ കൊണ്ടുള്ള ഡയലിറ്റേഷൻ പ്രത്യേകിച്ച് പ്രായമുള്ളവരിൽ അതിന്റെ ലോങ് ടേം റിസൾട്ട് വളരെ മോശം. ഒരു 2-3 മാസത്തിനകം മിക്കവാറും അത് തിരിച്ചു വരും. അതുകൊണ്ട് ഒരു ബേസിക്കലി ഒരു അയോർട്ടിക് വാൽ റീപ്ലേസ്മെന്റ് ആണ് ചികിത്സ. റീപ്ലേസ്മെന്റ് തന്നെ 2 രീതിയുണ്ട്. ഇത്രയും വർഷം ചെയ്തുകൊണ്ടിരുന്ന ഓപ്പൺ അയോർട്ടിക് വാൽ റീപ്ലേസ്മെന്റ് ആണ്. ചെസ്റ്റ് തുറന്ന് സർജിക്കലി അയോർട്ടിക് വാൽ ഉള്ളത് എടുത്തു കളഞ്ഞ് പുതിയ ഒരു വാൽ വെക്കുക എന്നുള്ളതാണ്. അത് തന്നെ 2 തരമുണ്ട്. മെറ്റൽ വാൽ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കൊക്കെ മെറ്റൽ വാൽ വെക്കും. പിന്നെ പക്ഷെ പ്രായമുള്ളവർക്ക് നമ്മൾ ഒരു ബയോപ്രോസ്തെറ്റിക് വാൽ, അത് ടിഷ്യൂ വാൽ, ചിലപ്പം പിന്നെ ആനിമൽ ടിഷ്യൂ വാൽ വെച്ചിട്ട് ആണ് ഒരു 65 വയസ്സ് കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെ ടിഷ്യൂ വാൽവാണ് വെക്കുന്നത്. പക്ഷെ ഇപ്പോൾ പുതിയ വേറെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഈ ടിഷ്യൂ വാൽവ് തന്നെ ഓപ്പറേഷൻ ഇല്ലാതെ കാലിലെ ബ്ലഡ് വെസലിൽ കൂടെ കടത്തിക്കൊണ്ടുവന്ന് അയോർട്ടിക് വാൽ വെക്കുന്നതിനാണ് അയോർട്ടിക് വാൽ ട്രാൻസ് കാത്തീറ്റർ അയോർട്ടിക് വാൽ റീപ്ലേസ്മെന്റ് അല്ലെ ട്രാൻസ് അയോർട്ടിക് വാൽ ഇംപ്ലാന്റേഷൻ, ടാവി അല്ലെ ടാവർ എന്ന് പറയും. അതിന് നമ്മൾ ചെസ്റ്റ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല, പ്രൊലോങ്ഡ് അനസ്തീസിയ ആവശ്യമില്ല. അപ്പോൾ അത് വളരെ ക്വിക്ക് റിക്കവറിയാണ്. അപ്പോൾ നമ്മൾ ഹാർട്ടിന് പ്രവർത്തനം നിർത്തുന്നില്ല, അത് നിർത്താതെ തന്നെ പഴയ വാൽവ് മാറ്റുന്നില്ല, പഴയ വാൽവ് മാറ്റാതെ അതിനുള്ളിലേക്ക് ഒരു പുതിയ വാൽവ് വെക്കുകയാണ്. ഇതാണ് ട്രാൻസ് കാത്തീറ്റർ അയോർട്ടിക് വാൽ ഇംപ്ലാന്റേഷൻ. ഇതിപ്പോ തുടങ്ങിയ സമയത്ത് വളരെ സിക്കായിട്ടുള്ള, സർജിക്കലി ഇത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, ഒരു 85 വയസ്സായി, ലങ്ങിന് പ്രോബ്ലം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളവർക്കാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് ഓരോ പഠനങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇന്റർമീഡിയറ്റ് റിസ്ക് ഓർ ഈവൻ ലോ റിസ്ക് ആൾക്കാർക്കും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ചെറുപ്പക്കാർക്ക് ചെയ്യില്ല, കാര്യം ഇത് ടിഷ്യൂ വാൽവ് ആയതുകൊണ്ട് നമുക്ക് ഒരു 55-60 വയസ്സ് കഴിഞ്ഞാലാണ് ഇത് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അതൊരു മേജർ സർജിക്കൽ വാൽവ് റീപ്ലേസ്മെന്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മിക്ക ആൾക്കാരും ഇപ്പോൾ അഫോർഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ട്രാൻസ് കാത്തീറ്റർ അയോർട്ടിക് വാൽ ഇംപ്ലാന്റേഷൻ ആണ് അത് ചെയ്യുന്നത്. അത് നല്ലൊരു ഓപ്ഷൻ മാത്രമല്ല, പലപ്പോഴും സർജിക്കൽ വാൽവിനേക്കാൾ ബെറ്റർ ആയിട്ടാണ് റിസൾട്ട്സ് കാണുന്നത്, ലോങ് ടേം റിസൾട്ട്സ്. ഡോക്ടർ രാജീവ് പറഞ്ഞത് ഏറ്റവും പുതിയ ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നതാണ് ടാവി, അതായത് ട്രാൻസ് കാത്തീറ്റർ അയോർട്ടിക് വാൽവ് ഇംപ്ലാന്റേഷൻ. അപ്പോൾ എന്റെ ചോദ്യം ഡോക്ടർ ആശിഷിനോടാണ്. നമ്മുടെ പരമ്പരാഗതമായി നമ്മുടെ ഒരു ഹൃദയ ചികിത്സാ രംഗത്തെ ഏറ്റവും വലിയ ഒരു പേടി സ്വപ്നം എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ഈ ഹൃദയം തുറന്ന് ചെയ്യുന്ന ശസ്ത്രക്രിയ. വളരെ അധികം മണിക്കൂറുകൾ എടുത്ത് ഈവൻ പോസ്റ്റ് സർജറി തന്നെ ഒരുപാട് കെയറും കൺസേൺ ഒക്കെ ആവശ്യമുള്ള ഒരു പ്രൊസീജിയറാണ്. അപ്പൊ അത് വെച്ചിട്ടുള്ള ഒരു താരതമ്യത്തില് എന്താണ് ഈ ടാവിയുടെ ആഡഡ് അഡ്വാൻറ്റേജസ് എന്താണ്?
എന്തുകൊണ്ടാണ് പുതിയ മോഡേൺ മെഡിസിൻ ടാവി റെക്കമെൻഡ് ചെയ്യുന്നത്? ഒന്ന്, നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഈ അയോർട്ടിക് സ്റ്റെനോസിസ് പ്രായം കൂടുതലുള്ളവർക്കാണ് അധികം കണ്ടുവരുന്നത്. കാരണം അത് ഒരു ഡീജനറേറ്റീവ് പ്രോസസ് ആണ്. ഈ 3 ഇതളുകളുള്ള വാൽവിലാണെങ്കിലും ബൈക്കസ്പിരായിട്ടുള്ള 2 ഇതളുകളുള്ള വാൽവിലാണെങ്കിലും ഒരു പ്രായം കൂടുതലുള്ളവരിൽ തന്നെയാണ് അധികം അയോർട്ടിക് സ്റ്റെനോസിസ് കണ്ടുവരുന്നത്. അപ്പോൾ വാൽവ് സർജറി അല്ലെങ്കിൽ വാൽവ് റീപ്ലേസ്മെന്റ് വേണ്ടത് അങ്ങനെയുള്ള ഒരു പ്രായം അധികം ചെന്നവരിലാണ് സർജറി വേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ആ സർജറിയുടെ റിസ്ക്കും കൂടുതൽ തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് 80 വയസ്സുകളിൽ ഉള്ള ഒരു രോഗിക്ക് ഒരു ഹാർട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്ന സമയത്ത് അതിന്റെ റിസ്ക് നല്ലവണ്ണം കൂടുതലാണ്. 80 വയസ്സാകുമ്പോൾ ഹാർട്ടിന് മാത്രമല്ല ബാക്കിയുള്ള അസുഖങ്ങൾ കൂടി ഉണ്ടാവാം. അതായത് ലങ്സ് സംബന്ധിച്ചുള്ള അസുഖങ്ങള്, കിഡ്നി സംബന്ധിച്ചുള്ള അസുഖങ്ങൾ ഒക്കെ ഉണ്ടാവുമ്പോൾ അത്രത്തോളം റിസ്ക് കൂടും. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്നത് ഒരു നല്ല ശതമാനം അയോർട്ടിക് സ്റ്റെനോസിസ് ഉള്ള രോഗികൾക്ക് ഓപ്പറേഷൻ, അതായത് സർജറി, ശസ്ത്രക്രിയ വഴി വാൽവ് മാറ്റുന്ന ചികിത്സാ രീതിയിലോട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവർ തയ്യാറായിരുന്നെങ്കിൽ തന്നെയും നമ്മുടെ മെഡിക്കലി നോക്കുമ്പോൾ അവരുടെ റിസ്ക് വളരെ ഹൈ ആയിരുന്നു. അപ്പോൾ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഈ ട്രാൻസ്കഥീഡ്രൽ അയോർട്ടിക് വാൽവ് എന്ന് പറഞ്ഞാൽ ഒന്ന് അനസ്തീഷ്യ, അതായത് പൂർണ്ണമായ ഒരു അനസ്തീഷ്യയിൽ 90% രോഗികളും ട്രാൻസ്കഥീഡ്രൽ അയോർട്ടിക് വാൽവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല. അതായത് പൂർണ്ണമായും മയക്കി അത് ശസ്ത്രക്രിയ കഴിഞ്ഞ ശേഷം പിന്നീട് അതിന്ന് തിരിച്ച് അനസ്തീഷ്യ റിക്കവർ ചെയ്യുക, അങ്ങനെയുള്ള ഒരു അവസ്ഥയല്ല ഈ ടാവി അല്ലെങ്കിൽ ടാവർ സർജറി പ്രൊസീജിയറിന് വേണ്ടി വരുന്നത്. 90% ആൾക്കാർ നമ്മളത് കോൺഷ്യസ് സെഡേഷൻ, അതായത് വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു മയക്കം, അവർ ഉണർന്ന് തന്നെ ഇരിക്കുന്നു, പക്ഷെ ഒരു ചെറിയ രീതിയിലുള്ള മയക്കം മാത്രമാണ് ഉള്ളത്. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഒന്ന്. രണ്ടാമത്തെ, ശസ്ത്രക്രിയ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചെസ്റ്റ് തുറക്കുന്നു. ചെസ്റ്റ് തുറക്കുമ്പോൾ അതിനുശേഷം നമുക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ശ്വാസം മര്യാദയ്ക്ക് എടുക്കാതെ വരുന്ന സമയത്ത് അവിടെ കഫം കെട്ടി വരിക, ഇൻഫെക്ഷൻ വരിക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ടാവിയിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് ഇത് ഒരു ചെറിയ മേ ബി ഒരു 3 or 4 millimeters, മാക്സിമം 5 millimeters ഉള്ള ഒരു ഹോളിലൂടെ മാത്രമാണ് നമ്മുടെ ഈ വാൽവ് പോകുന്നത്. അപ്പോ അവിടെ നമുക്കൊരു സർജറിയുടെ ആവശ്യം വരുന്നില്ല, മുറിവ് ഉണങ്ങാനുള്ള താമസം വരുന്നില്ല. മൂന്നാമത്തേത് കഴിഞ്ഞുള്ള റിക്കവറി. ഒരു സർജറി കഴിഞ്ഞാൽ ഏത് പ്രായത്തിലും നമുക്കൊരു 4 ആഴ്ചയെങ്കിലും വേണ്ടി വരും തിരിച്ചു വരാൻ. പ്രായം കൂടുതൽ വരുമ്പോൾ അതിൽ കൂടുതൽ 6 ആഴ്ചയോ ചിലപ്പോൾ 1-2 മാസങ്ങൾ തന്നെ വേണ്ടി വന്നേ. വേറെ ടാവറിൽ ഇന്ന് ചെയ്തു, നാളെ തന്നെ രോഗിക്ക് എഴുന്നേറ്റ് നടക്കാം. രണ്ടാമത്തെ ദിവസം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലോട്ട് തന്നെ പോകാൻ പറ്റും. അതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ്. ഡോക്ടർ ആശിഷ്, ഇപ്പോൾ ടാവി അല്ലെങ്കിൽ ടാവർ പ്രൊസീജിയറിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. ശരിക്കും ഹൃദയം തുറക്കാതെ ഉള്ളൊരു ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അറിയാൻ വായനക്കാർക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും. അതിനെക്കുറിച്ച് ഡോക്ടർ അരുൺ ഗോപി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇപ്പൊ ഈ പറഞ്ഞ ടാബർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ആൻജിയോഗ്രാം അല്ലെങ്കിൽ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന അതേ സിംപ്ലിസിറ്റിയോടെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ നമ്മൾ കാലിന്റെ ഒരു രക്തധമനിയിൽ വെറും ലോക്കൽ അനസ്തീഷ്യ കൊടുത്തിട്ട് പേഷ്യന് ജസ്റ്റ് മൈൽഡ് സെഡേഷൻ അല്ലെങ്കിൽ കോൺഷ്യസ് സെഡേഷൻ കൊടുത്ത് അതിൽ കൂടെ ഒരു പങ്ക്ചർ ചെയ്തിട്ട് ഒരു ഷീത്ത് ഇട്ട് ആ ഷീത്തിനകത്തൂടെ തന്നെ നമ്മൾ ഈ വാൽവ് ആക്ച്വലി ക്രിംപ് ചെയ്ത് ഒരു ബലൂണിന്റെ പുറത്തേക്ക് ക്രിംപ് ചെയ്ത് വെച്ചിട്ട് ഈ ഷീത്ത് അകത്തിട്ടിട്ട് ഈ ഷീത്തിനകത്തൂടെ ഈ വാൽവ് നമ്മുടെ ഹാർട്ടിന്റെ മെയിൻ രക്തധമനിയായ അയോട്ട വഴി ചുരുങ്ങിയ വാൽവിന്റെ അങ്ങോട്ട് എത്തിച്ചിട്ട് ഈ ചുരുങ്ങിയ വാൽവിനെ ആദ്യം നമ്മൾ ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട്, ചില കേസസിന്, എല്ലാത്തിനും ഇല്ല, ഈ വളരെ ചുരുക്കമുള്ള വാൽവ് ആണെങ്കിൽ ചിലപ്പോൾ ഈ നമ്മൾ ക്രിംപ് ചെയ്ത് വെച്ച വാൽവ് അതിനകത്തൂടെ പോകില്ല. അപ്പൊ ആ വാൽവിനെ ആദ്യം ഒരു വയറ് കൊണ്ട് ക്രോസ് ചെയ്തിട്ട്, വാൽവ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ചുരുങ്ങിയ സ്പേസ് മാത്രമേ അതിന്റെ ഇടയ്ക്ക് കാണുള്ളൂ. ഈ വാൽവിന്റെ എതളുകളുടെ ഇടയ്ക്ക് ഒരു ചുരുങ്ങിയ സ്പേസേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിന് സ്റ്റെനോസിസ് എന്ന് പറയുന്നത്. ആ ചുരുങ്ങിയ സ്പേസ് വഴി ഒരു വയർ ആദ്യം പാസ് ചെയ്തിട്ട്, ഇപ്പം വയറ് പാസ് ചെയ്ത് കഴിഞ്ഞ് വാൽവിന് ഡയറക്ട്ലി പോകാൻ സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്ട്ലി വാൽവ് കൊണ്ടുപോവുക ചെയ്യുക. അതർവൈസ് ഇൻ കേസ് ഭയങ്കര ചുരുക്കം അധികമാണെങ്കിൽ നമ്മൾ ആ വാൽവിന്റെ ഒന്ന് ബലൂൺ വെച്ച് ഡൈലേറ്റ് ചെയ്ത് ഒരു വാൽവ് കൊണ്ടുപോകാൻ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതുവഴി ഈ ടാവർ വാൽവ്, അതായത് അത് 2 ടൈപ്പ് വാൽവ് ഉണ്ട്.
ഒന്ന് ബലൂൺ എക്സ്പാൻഡബിൾ വാൽവ്, രണ്ടാമത് സെൽഫ് എക്സ്പാൻഡിങ് വാൽവ്. അപ്പൊ ബലൂൺ എക്സ്പാൻഡബിൾ വാൽവ് ആണെങ്കിൽ അതൊരു ബലൂണിന്റെ പുറത്ത് മൗണ്ടഡ് ആണ്. അപ്പൊ ആ ചുരുങ്ങിയ വാൽവിനകത്ത് ഈ ബലൂൺ എക്സ്പാൻഡബിൾ വാൽവ് നമ്മൾ ക്രോസ് ചെയ്തിട്ട് ഈ ബലൂൺ എക്സ്പാൻഡബിൾ അതിനകത്തുള്ള ബലൂൺ വികസിപ്പിക്കുന്ന അനുസരിച്ച് അവിടെ നമ്മുടെ സ്വന്തമായിട്ടുള്ള നേറ്റീവ് ആയിട്ടുള്ള ഡീജനറേറ്റഡ് ആയിട്ടുള്ള വാൽവിനെ സൈഡിലോട്ട് ഡിസ്പ്ലേസ് ചെയ്ത് ഈ ബലൂൺ എക്സ്പാൻഡ് ചെയ്യുന്ന അനുസരിച്ച് ഈ ടവർ വാൽവ് അവിടെ എക്സ്പാൻഡ് ആയി ആ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ബലൂൺ ഡീഫ്ലേറ്റ് ചെയ്യുന്ന ഉടനെ തന്നെ ഈ വാൽവിന്റെ ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്യുക ചെയ്യും. സെൽഫ് എക്സ്പാൻഡിങ് വാൽവ് എന്ന് വെച്ചാൽ അത് ഒരു നമ്മൾ ഇതേ ചുരുങ്ങിയ വാൽവിനകത്ത് ക്രോസ് ചെയ്തിട്ട് അതിനെ ഗ്രാജുവൽ ആയിട്ട് റിലീസ് ചെയ്ത് ഇത് നമ്മുടെ നേറ്റീവ് വാൽവിനെ പതുക്കെ സ്ലോ ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് അത് സെൽഫായിട്ട് എക്സ്പാൻഡ് ചെയ്ത് അതിനെ സ്പേസിലോട്ട് വരികയും അത് ഗ്രാജുവലി ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്കുള്ള ചില കൺസേൺസ് ഒന്ന് സ്ട്രോക്ക് ആണ്. അപ്പൊ ഇപ്പൊ അത് സ്ട്രോക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് ബ്രെയിനിനെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും നമുക്ക് അവൈലബിൾ ആണ്. അതായത് ബ്രെയിനിലോട്ട് പോകുന്ന രക്തധമനികളെ ഒരു നെറ്റ് ഇട്ടിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടും ടവർ ചെയ്യാൻ പറ്റും. അപ്പൊ ടവർ നമ്മൾ കമ്പാരിറ്റീവ്ലി നേരത്തെ പറഞ്ഞ പോലെ സർജറിയൊക്കെ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ എക്സാക്ട്ലി രോഗിയെ സംബന്ധിച്ച് ഒരു കീ ഹോൾ പ്രൊസീജിയർ തന്നെയാണ്. ഒരു ആവറേജ് ഒരു 45 minutes to 1 hour എടുക്കുന്ന പ്രൊസീജിയറേ ഉള്ളൂ. ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റിയോ ചെയ്യുന്ന പോലെ തന്നെ പേഷ്യന് ചെറിയ സെഡേഷൻ കൊടുത്ത് കാലിലെ ഒരു രക്തധമനി വഴി ലോക്കൽ അനസ്തീഷ്യ വഴി ഈ ഷീത്ത് അകത്ത് കൊണ്ടുപോയിട്ട് വാൽവിനെ ക്രോസ് ചെയ്തിട്ട് വാൽവിനെ ബലൂൺ ചെയ്തിട്ട് ഏത് വാൽവാണോ രോഗിയുടെ ഒരു CT സ്കാൻ എടുത്ത് ആ വാൽവിന്റെ സൈസ് കണ്ടെത്തിയിട്ട് ആക്ച്വൽ നേറ്റീവ് വാൽവിന്റെ സൈസ് കണ്ടെത്തിയിട്ട് അതനുസരിച്ച് രോഗിക്ക് വെക്കാൻ പോകുന്ന ബലൂൺ എക്സ്പാൻഡബിൾ ആണെങ്കിലോ സെൽഫ് എക്സ്പാൻഡിങ് ആണോ ഏത് വാൽവാന്നുള്ള അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സൈസ് അതെല്ലാം CT വൈസ് തന്നെ നമ്മൾ പ്രൊസീജിയറിന് മുമ്പ് തന്നെ അതെല്ലാം പ്ലാൻ ചെയ്യുന്നതാണ്. അങ്ങനെ പ്ലാൻഡ് ആയിട്ടുള്ള വാൽവ് കൊണ്ടുപോയി അതിനെ അവിടെ എക്സ്പാൻഡ് ചെയ്യുക ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുന്ന ഇമ്മീഡിയറ്റ് ആ മോമെന്റ് തന്നെ നമ്മൾ വെക്കുന്ന ടവർ വാൽവ് ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങുകയും അതിലുള്ള വാൽവിന്റെ അക്രോസ് ഉള്ള ചുരുക്കം മാറുകയും ചെയ്യുകയാണ് ചെയ്യുക. സോ ഇമ്മീഡിയറ്റ് റിട്ടേൺ ഓഫ് ഫംഗ്ഷൻ ഓഫ് ഹാർട്ടും അതേപോലെ റിസ്റ്റോറേഷൻ ഓഫ് ഗ്രേഡിയന്റ്, അതായത് ആ ഫ്ലോയിന്റെ ഒബ്സ്ട്രക്ഷൻ കംപ്ലീറ്റ്ലി പോവുകയും നോർമൽ ഒരാളുടെ അയോട്ടിക് വാൽവ് ഫംഗ്ഷൻ ചെയ്യുന്ന പോലെ തന്നെ ഫംഗ്ഷൻ ചെയ്യുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ തന്നെ പേഷ്യന്റിനെ ആ ഒരു ദിവസം ICU വെച്ച് നെക്സ്റ്റ് ഡേ തന്നെ പേഷ്യന്റിനെ ആംബുലേറ്റ് ചെയ്ത് തേർഡ് ഡേ മോസ്റ്റ്ലി നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റാറുള്ളൂ. സിമ്പിൾ കീ ഹോൾ പ്രൊസീജിയർ ആയതുകൊണ്ട് നമ്മുടെ സർജിക്കൽ വാൽവ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്ട്രോക്കിന്റെ റിസ്ക്കും മോർട്ടാലിറ്റി അല്ലെങ്കിൽ പ്രൊസീജിയർ സമയത്തുള്ള ഡെത്തിന്റെ റിസ്ക്കും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഹൈ റിസ്ക് ആയിട്ടുള്ള പേഷ്യൻസിനെ ചെയ്ത് ഇപ്പൊ ഇന്റർമീഡിയറ്റ് റിസ്ക് പേഷ്യൻസിലും അത് അക്സെപ്റ്റഡ് ആയി വന്നത്. ടവർ വാൽവ് എങ്ങനെയാണ് ബോഡിയിൽ ഇൻസേർട്ട് ചെയ്യുന്നതെന്നാണ് ഇപ്പൊ ഡോക്ടർ അരുൺ വിശദീകരിച്ചത്. ഈ ടവർ വാൽവ് സാധാരണ മുന്നേ നമ്മൾ ചെയ്തിരുന്ന സർജിക്കൽ വാൽവായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിന്റെ ഒരു കാലാവധി, ഒരു കാലയളവ്, എത്ര നാളത്തേക്ക് അത് ബോഡിയിൽ സേഫ് ആയിട്ട് ഇരിക്കും, എത്ര വർഷത്തേക്കാണ് അതിന്റെ ഒരു ടൈം പീരീഡ് പറയുന്നതെന്ന് ഡോക്ടർ പ്രവീൺ ഒന്ന് പറയാമോ? ഒരു 20-25 വർഷം മുമ്പ് നമ്മളൊരു ഹാർട്ടിലെ വാൽവിന് ബ്ലോക്ക് വന്നാൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ സങ്കീർണമായ പ്രക്രിയ മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ നമ്മുടെ ഇന്നത്തെ ടെക്നോളജി നിൽക്കുന്ന ലെവലിൽ പറഞ്ഞാൽ ഒരു 60-65 വയസ്സിന് മുകളിലുള്ള ആൾക്ക് ഒരു അയോർട്ടിക് വാൽവിന് ചുരുക്കം വന്നാൽ ആ പൈസയുടെ ഒരു വ്യത്യാസം, അതായത് ഈ പ്രൊസീജിയറിന് നമ്മുടെ സാധാരണ സർജറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ചെലവിലെ വർധന ഒഴിച്ച് റിസൾട്ട് പലപ്പോഴും നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നതിനേക്കാളും നല്ല റിസൾട്ടാണ്. ഇതിനെ സംബന്ധിച്ച് പഠനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 20 വർഷത്തിൽ കൂടുതൽ ഈ വാൽവ്, അതായത് നമ്മുടെ ടാബി വാൽവിനെ കുറിച്ചുള്ള പഠനങ്ങൾ ലഭ്യമാണ്. ഇതനുസരിച്ച് ഇത്രയും നാളത്തെ ഫോളോ അപ്പ് നോക്കിയാൽ നല്ല റിസൾട്ട് തന്നെയാണ്. അതായത് പലപ്പോഴും സർജിക്കൽ വാൽവിനോളമോ അല്ലെങ്കിൽ സർജിക്കൽ വാൽവിനേക്കാളും നല്ല രീതിയിൽ തന്നെ അവ പ്രവർത്തിക്കുന്നതായിട്ടാണ് ഇതുവരെ ചെയ്ത രോഗികളുള്ള പഠനങ്ങളിലും മറ്റും ലഭ്യമായ റിപ്പോർട്ടുകളിലും ഉള്ളത്. അതുകൊണ്ട് പ്രായമുള്ള ഒരാളില് ഒരു കോസ്റ്റിന്റെ ഡിഫറൻസ് അല്ലാതെ റിസൾട്ട് വൈസ് നോക്കിയാൽ തീർച്ചയായിട്ടും 60-65 വയസ്സിന് മുകളിലുള്ള ഒരാൾക്ക് ഒരു ടാബി വാൽവ് നിർദ്ദേശിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. നമുക്ക് ഇന്നത്തെ നിലയിൽ ശാസ്ത്രം വളർന്നിരിക്കുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും പറയേണ്ടി വരും. അതുപോലെ ഡോക്ടർ, ഒരു ചോദ്യം കൂടി ഡോക്ടർ പ്രവീണിനോട്. ഇപ്പൊ ടാബി വാൽവിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. മലയാളികൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളത് ഓപ്പൺ ഹാർട്ട് സർജറിയും അതിനുശേഷം വന്ന ആൻജിയോപ്ലാസ്റ്റി പോലുള്ള സർജറീസിനെ കുറിച്ചാണ്. അപ്പൊ ഈ ഒരു പുതിയ ഒരു പ്രൊസീജിയർ ആവുമ്പോൾ കേരളത്തിൽ ഇപ്പോ 200ഓളം സർജറീസ് ഈ മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ ഒരു ചെലവിനെ കുറിച്ച് ഒരു ധാരണ വായനക്കാർക്കൊന്നും നൽകാം. ഏകദേശം എന്ത് ചെലവാണ് ഇതിന് വരുന്നത്, ഇത് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആണോ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച്. പലപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഉണ്ടെന്നുള്ള അറിവില്ലായ്മ കൊണ്ടാണ് പലരും ചെയ്യാത്തത്, പക്ഷേ സാമ്പത്തിക പരാധീനത കൊണ്ടും ഉണ്ടായിരിക്കാം. അതിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതായത് ഏതൊരു നൂതനമായ ഒരു സാങ്കേതിക വിദ്യയും മാർക്കറ്റിൽ വരുമ്പോൾ ആദ്യം തീർച്ചയായിട്ടും അതിന്റെ ചെലവ് കൂടുതൽ തന്നെയായിരിക്കും.
ഇപ്പൊ ഞങ്ങള് 2017 നമ്മൾ കിംസിൽ ആദ്യമായിട്ട് ഈ വാൽവ് മാറ്റിക്കുന്ന ശസ്ത്രക്രിയ ആരംഭിച്ചത്. അന്ന് ഏകദേശം 27 മുതൽ 30 ലക്ഷത്തോളം രൂപ ഈ വാൽവിന്റെ കോസ്റ്റ് തന്നെ വരുമായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ഒരുപാട് കമ്പനികളുടെ വാൽവുകൾ ലഭ്യമാണ്. ഇന്ത്യയിൽ തന്നെ നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ നല്ല രീതിയിലുള്ള ടാബി വാൽവുകൾ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രം പുരോഗമിച്ചനുസരിച്ചും ഇത് വ്യാപകമായിട്ട് മറ്റ് കമ്പനികൾ നിർമ്മിക്കുന്നതനുസരിച്ചും ഇതിന്റെ ചെലവ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ ഏകദേശം 12-14 ലക്ഷത്തിന് നമുക്ക് ഈ വാൽവുകൾ ലഭ്യമാണ്. ഇപ്പൊ പ്രധാനമായിട്ടും അങ്ങനെ പറഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഓപ്പൺ സർജറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഓപ്പൺ സർജറി ഉപയോഗിക്കുന്ന വാൽവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ കോസ്റ്റ് ലേശം കൂടുതൽ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു സാധാരണഗതിയിൽ ഒരു ഇന്ത്യൻ നിർമ്മിതമായുള്ള നല്ല രീതിയിലുള്ള വാൽവുകൾ എടുത്താലും വിദേശ നിർമ്മിത വാൽവുകൾ എടുത്താലും ഏകദേശം ഒരു 14 ലക്ഷം രൂപയോളം നമ്മുടെ ടാബിയുടെ വാൽവിന് തന്നെ ചെലവ് തീർച്ചയായിട്ടും വരും. പക്ഷെ എന്നാലും ഒരു ഓപ്പൺ സർജറിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ രോഗിയുടെ ടോട്ടലായിട്ടുള്ള ആശുപത്രിവാസം കുറവാണ്. അനസ്തീഷ്യയുടെ ആവശ്യം ഇന്നിപ്പോ പലപ്പോഴും ആവശ്യമില്ല. ഡോക്ടർ ആശിഷ് പറഞ്ഞതുപോലെ ഒരു കോൺഷ്യസ് സെഡേഷൻ, ചെറുതായിട്ട് മയങ്ങാനുള്ള ഒരു മരുന്ന് കൊടുത്തിട്ട് ചെയ്യാം. അപ്പൊ രോഗിക്ക് പലപ്പോഴും ആശുപത്രിയിലേക്ക് വരുന്നു, ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന ഒരു ലാഘവത്തോട് ചെയ്തിട്ട് 2-3 ദിവസത്തിനുള്ളിൽ ആശുപത്രിവാസം വിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ സാധിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കകത്ത് തന്നെ തിരിച്ച് ഒരു ജോലി ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് ഒരു മനുഷ്യനാണെങ്കിൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ തിരിച്ചൊരു നോർമൽ പഴയ ലൈഫ് സ്റ്റൈലിലോട്ട് തിരിച്ചു പോകാൻ സാധിക്കും. അപ്പൊ നമ്മൾ ആകത്തുകയായിട്ട് ഈ കോസ്റ്റ് കൺസിഡർ ചെയ്താൽ മറ്റുള്ള ആശുപത്രിവാസം കുറയുന്നു, ഇങ്ങനെയുള്ള ഗുണങ്ങൾ കൂടെ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നൂതനമായ ഒരു വിപ്ലവകരമായ ചികിത്സാ രീതി തന്നെയാണ്. ഡോക്ടർ ആശിഷിനോടാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇപ്പോ ഇത്രയും നേരത്തെ ഒരു ഇന്ററാക്ഷനിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ റെവല്യൂഷണറി ആയ ഒരു ചേഞ്ച് ആണ് ഈ ടാബി പ്രൊസീജിയർ അല്ലെങ്കിൽ ടാബർ പ്രൊസീജിയർ ഹാർട്ട് ട്രീറ്റ്മെന്റ് രംഗത്ത് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇന്ത്യൻ ഈ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രിയിൽ ടാബി പ്രൊസീജിയർ രേഖപ്പെടുത്തപ്പെടാൻ പോകുന്നത്? എങ്ങനെയാണ് അതിനെ സ്വാധീനിക്കുന്നത്? ഒന്ന്, നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി ഇപ്പോൾ കൂടി വരികയാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ജീവിത ദൈർഘ്യം കൂടി വരുന്നു. അപ്പോ അയോർട്ടിക് സ്റ്റെനോസിസ് കൂടുതൽ രോഗികളിൽ അത് സിവിയർ ആവാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഈ ഇന്നത്തെ കാലത്ത് ഇപ്പോ അതിന്റെ കോസ്റ്റ് ഒക്കെ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിലും നമ്മളുടെ പ്രായം കൂടുന്തോറും റിസ്ക് കൂടുന്നു. പക്ഷെ എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ്. നമുക്ക് നല്ലൊരു ഇൻഡിപെൻഡന്റ് ലൈഫ് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. സോ ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ റോൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ ഇപ്പോ ഡോക്ടർ പ്രവീൺ പറഞ്ഞ മാതിരി 30 ലക്ഷത്തോളം ചെലവ് വരുന്ന ഒരു വാൽവ് നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രി ഓർ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രി അതിന്റെ ഒരു കോസ്റ്റ് അറ്റ്ലീസ്റ്റ് 40% ഓർ ചില വാൽവ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ 50% കുറഞ്ഞ രീതിയിൽ, പക്ഷെ അതിന്റെ ആ ക്വാളിറ്റി നമുക്ക് മൾട്ടിനാഷണൽസിന്റെ അതേ ക്വാളിറ്റിയിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഫ്രം ദി ഇന്ത്യൻ ഇൻഡസ്ട്രി, ഇന്ത്യൻ മെഡിക്കൽ ഓർ ഡിവൈസ് ഇൻഡസ്ട്രി. സോ അത് അഫോർഡബിലിറ്റി മാത്രമല്ല, അതിന്റെ ക്വാളിറ്റി ഓൾസോ ഇസ് അഷ്യൂർഡ്. തീർച്ചയായും വളരെ ഇൻഫോർമേറ്റീവ് ആയ ഒരു സെഷൻ ആയിരുന്നു. എല്ലാ ഡോക്ടേഴ്സും വളരെ ഹെൽപ്ഫുൾ ആയ ഇൻഫർമേഷൻ ആണ് നമുക്ക് ഷെയർ ചെയ്തത്. പ്രത്യേകിച്ചും എല്ലാവരും ഫോക്കസ് ചെയ്ത ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ആണ്. ഹാർട്ട് ഡിസീസ് രംഗത്ത് ഒരുപാട് ചലഞ്ചിങ് ആയ എക്സ്പെരിമെന്റ്സ് നടക്കുന്നുണ്ട്, ഒരുപാട് പുതിയ ഇന്നോവേഷൻസ് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിപ്പോ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് തീർച്ചയായും ഹാർട്ട് ഡിസീസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഇപ്പൊ ടാബർ പ്രൊസീജിയർ പോലെയുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ തീർച്ചയായും നമുക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ഡോക്ടേഴ്സ് നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി കൂട്ടുന്നു, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലിവിങ് കൂട്ടുന്നു. ഓൾമോസ്റ്റ് ഒരു 14-15 ലാക്സ് നമ്മൾ അതിനു വേണ്ടി ചെലവിടേണ്ടി വരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വളരെ കുറഞ്ഞ ദിവസത്തെ ഒരു ആശുപത്രിവാസം കൊണ്ട് നമ്മുടെ നോർമൽ ലൈഫിലേക്ക് നമുക്ക് തിരിച്ചെത്താൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ടാബർ പ്രൊസീജിയറിന്റെ ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഓപ്പൺ ഹാർട്ട് സർജറിയിൽ നിന്നും നമ്മുടെ മെഡിസിൻ, നമ്മുടെ മെഡിക്കൽ സയൻസ് അത്രയധികം അഡ്വാൻസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് വളരെ ഹോപ്പ്ഫുൾ ആയ ഒരു ന്യൂസ് ആണ്. അപ്പോൾ തീർച്ചയായും മലയാളികൾക്ക് പ്രത്യേകിച്ചും വായനക്കാർക്ക് ടാബർ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു വലിയൊരു ശതമാനം പേർക്ക് പുതിയൊരു അറിവാണ്. അപ്പോൾ ഇത്രയും ഇൻഫോർമേറ്റീവായ ഒരു സെഷനിൽ പങ്കെടുത്ത് വളരെ കോംപ്രഹെൻസീവ് ആയിട്ട് വളരെ അപ് ടു ദ പോയിന്റ് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത ഡോക്ടേഴ്സിന് പ്രത്യേകം നന്ദി. മെറിൽ ഗ്രൂപ്പിനും നന്ദി. താങ്ക് യു.